ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ നേരെ കമലയും ഗൗരിയും കൂടി കിച്ചണിൽ എന്താ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗരി ഇതേ വറുത്തരച്ച് കറി കഴിക്കാനായിട്ട് തേങ്ങയൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമല അപ്പുറത്തെ ഓരോരോ എന്താ പറയുക പച്ചക്കറികൾ എടുത്ത് വയ്ക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഗൗരി ദേ അവിയലിന് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. മീൻകറി ഉണ്ട്. ഉച്ചയ്ക്കിനി വേറെ എന്തെങ്കിലും കൂടി വേണോ എന്ന് ചോദിച്ചു. ദേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ, ഈ തേങ്ങയുടെ പാകം കണക്കാണോ എന്ന് ചോദിച്ചു. ഇച്ചിരി കൂടെ വറക്കണോ എന്ന് ചോദിച്ചു. ഒരല്പം കൂടി വറക്കണം. നീ തീയലിന് വേണ്ടിയിട്ടാണോ? അതെ അതെ ഏട്ടത്തി, തേങ്ങ വറുത്തരച്ച് വെക്കുന്ന തീയൽ ശങ്കറിന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇതുണ്ടെങ്കിൽ ശങ്കർ വേറെ കറിയൊന്നുമില്ലാതെ കഴിച്ചോളും എന്ന് ഗൗരി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയത്ത് നമ്മുടെ രാധാമണി തങ്കച്ചി വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവരെന്താ ചെയ്യണത്, എന്താ പറയണത്, അടുത്ത പണി കൊടുക്കണമല്ലോ. അപ്പോഴത്തേനും ഗൗരി കയറി ചട്ടിയിലിട്ട് പിടിച്ചു. കൈ പൊള്ളിയിട്ടോ. അയ്യോ പൊള്ളിയിലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നീ ഇങ്ങനെ മാറിയിക്ക്, വേറെ വേദനയുണ്ടോ എന്ന് ചോദിച്ചു. നല്ല നീറ്റിലും വേദനയുണ്ട്. സാരമില്ല ഏട്ടത്തി എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. ഗൗരി നീ ഇങ്ങോട്ടേക്ക് മാറിക്കേ, ഇനി ഞാനതൊക്കെ ചെയ്തോളും, വയ്യാത്ത കൈവച്ച് നീ എന്താ ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു. കുഴപ്പമില്ല കമലേടത്തി, നീ അവിടെ ഇരിക്കുക, ഇത് ഞാൻ ചെയ്യാന്നേ. വേണ്ട, ഞാൻ തന്നെ ചെയ്യണം. ഉപ്പും എരിവും എല്ലാം ശങ്കരന് പാകത്തിന് തന്നെ വേണം. ആ അളവ് എനിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞു. എന്നാലും സാരമില്ല, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗൗരി വീണ്ടും അതിലൊരു പണിയാണ്. അതെ, ശങ്കരന് വേണ്ടി എനിക്ക് തന്നെ പാചകം ചെയ്താലേ തൃപ്തിയാവുള്ളൂ, എനിക്ക് എന്നാലേ ഒരു സമാധാനം വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഗൗരി ഭയങ്കര ആസ്വദിച്ചിങ്ങനെ ചെയ്യുകയാണ്. ഞാനുണ്ടാക്കുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്ന് കരുതിയിരുന്ന എൻ്റെ മോനെ ഇങ്ങനെ അവൾ ഓരോ നമ്പറുകൾ കാണിച്ച് ഇവളുടെ അടിമയാക്കി വെച്ചത്. കാണിച്ച് തരാടി നിനക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞ് രാധാമണി തങ്കച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. ശങ്കറിന് വേണ്ടിയിട്ട് നീ തന്നെ പാചകം ചെയ്താലേ നിനക്ക് തൃപ്തിയാവുള്ളൂ അല്ലേ? ശരിയാക്കി തരാം, നീ പാചകം ചെയ്തുകൊണ്ട് വാ, നിനക്കുള്ള പണി നിനക്ക് ഞാൻ ഒപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് രാധാമണി നേരെ ഗംഗയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗംഗ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ നടക്കുക. അപ്പോൾ വേഗം തന്നെ രാധാമണി ചെന്നിട്ട്, ഗംഗ മോളെ എന്താ മോളെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണത്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു എന്നേ ഉള്ളൂ. ഗംഗ മോളെ, നീ മരുമകളായിട്ട് വരുന്നത് സ്വപ്നം കണ്ട ആളാ ഇപ്പം രാധമ്മായി. ശങ്കുവിൻ്റെ കല്യാണവും കഴിഞ്ഞു, അവന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടുകയും ചെയ്തു. ഇപ്പോഴും അമ്മായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മോളെ, ഇതെൻ്റെ മാത്രം ആഗ്രഹമായിരുന്നില്ല, അത് നീ മനസ്സിലാക്ക. നിൻ്റെ ദേവമാമൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ മോനെ അവളുടെ വലയിലാക്കി രാധമ്മായി. അങ്ങനെയല്ലട്ടോ കാര്യങ്ങൾ. എങ്ങനല്ലാന്ന്, ആ കുട്ടിയെ ഗൗരിയെ ശങ്കുവിന് ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ മനസ്സിൻ്റെ വിഷമം പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാ മോളെ എന്ന് പറഞ്ഞു. രാധമ്മായി എന്തൊക്കെയാ ഈ പറയണത്? ശങ്കു പ്രേമിച്ച കുട്ടിയല്ലേ ഗൗരി, പിന്നെ എങ്ങനെയാ ആ ഗൗരിയെ തന്നെ അവൻ സ്വന്താക്കുകയും ചെയ്തു. ശങ്കുവിന് ആ കുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത്. പിന്നെ ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ശങ്കു ഇവിടെ യുദ്ധം നടത്തിയില്ലേ? രാധമ്മായി തന്നെയല്ലേ അതൊക്കെ എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ഇപ്പം എന്തിനാ ഇങ്ങനെ മാറ്റി പറയണത്? മോളെ ഗംഗേ, നീ വെറും പാവാട്ടോ. എന്താണെന്നറിയോ, നീ എന്താ കരുതുന്നത്? ഞങ്ങളുടെ ശങ്കറിന് ഗൗരിയോടുള്ള സ്നേഹം കാരണമാണ് അവളെ വിവാഹം കഴിച്ചത് എന്നാണോ? രാധമ്മായി, ശങ്കുവിന് ഗൗരിയെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് അത്രയും റിസ്ക് എടുത്ത് ഗൗരിയെ തന്നെ വിവാഹം കഴിച്ചത്. എന്നാലേ അതങ്ങനെയല്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ വാശി നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? സത്യം പറഞ്ഞ എൻ്റെ പൊന്നു മോളെ, ഒരു വാശിയുടെ പുറത്താണ് ഈ കല്യാണം നടന്നത്. എന്താണെന്നറിയോ നിനക്ക്? ഈ കുടുംബത്തിലേക്ക് ഒരിക്കലും അവളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് അവളുടെ വീട്ടുകാർ, അവളുടെ തന്ത പ്രൊഫസർ ദേവമ്മയുടെ മുഖത്ത് നോക്കി തന്നെ അയാൾ പറഞ്ഞു. അതോടെ അവന് വാശിയായി. കെട്ടുന്നെങ്കിൽ ഈ പെണ്ണിനെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവൻ കട്ടായം പറഞ്ഞു. പിന്നെ എൻ്റെ മോളെ എന്തിനു പറയുന്നു? അവസാനം അവൻ്റെ വാശി ജയിച്ചു. ആ കല്യാണം നടക്കുകയും ചെയ്തു. അതിപ്പോൾ അവന് തന്നെ വിനയായി തീർന്നിട്ടുണ്ട്. അതും അറിയാം. ഗൗരി നല്ല കുട്ടിയാണല്ലോ, പിന്നെന്താ പ്രശ്നം?
നല്ല കുട്ടി, ബെസ്റ്റ്. അവളുടെ ചരിത്രം നീ അറിഞ്ഞാലേ നീ എന്നോട് ചോദിക്കാം, അറിഞ്ഞുകൊണ്ട് എന്തിനാ ശങ്കുവിനെ ഈ രാധമ്മായി കൊണ്ട് കുഴി ചാടിച്ചത് എന്ന്. സത്യമാണോ രാധമ്മായി? മോളെ, അവൾക്ക് വേറൊരു ഒരുത്തനുമായിട്ട് ഒരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതാദ്യം ഒന്നും മനസ്സിലാക്കുക. ശങ്കർ അതൊന്നും അറിഞ്ഞിരുന്നില്ല. കല്യാണം കഴിഞ്ഞ അവൻ ഇതൊക്കെ അറിഞ്ഞത്. എല്ലാവരെയും വെല്ലുവിളിച്ച് ഇവനെ കെട്ടിപ്പോയില്ലേ, പിന്നെ എങ്ങനെയാ അവനിനി എന്ത് ചെയ്യാൻ പറ്റും? പാവം എൻ്റെ ശങ്കർ, എല്ലാം ഉള്ളിലൊതുക്കി സഹിക്കാം മോളെ. അവൻ എന്ത് സങ്കടമാണെന്നറിയുമോ? അപ്പോൾ പണിയേറ്റോ എന്നിങ്ങനെ ഇടയ്ക്ക് ഗംഗയുടെ മുഖത്തേക്കൊന്ന് രാധ നോക്കും. പിന്നെ രാധമായി ഇതൊക്കെ നിന്നോട് പറഞ്ഞു എന്ന് ഒരിക്കലും ശങ്കർ അറിയാൻ പാടില്ല കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഗൗരിയോട് നീ ഇടപെടുമ്പോൾ നീ ഇതൊന്നും പുറമേ പ്രകടിപ്പിക്കാനും പാടില്ല. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. രാധമ്മായി, ആ കുട്ടിക്ക് ഒരാളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. രാധമ്മായി നിന്നോട് കള്ളം പറയൂ മോളെ എന്ന് ചോദിച്ചു. അമ്മായി കള്ളം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഗൗരിയെ ഒരു പാവം കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ അതിനെ കൊണ്ട് ഒരു കള്ളത്തരമൊന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല രാധമ്മായി. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അമ്മായി ആ കുട്ടിയെ വെറുതെ സംശയിക്കാം. അവൾ നല്ല കുട്ടിയാന്നേ. മോളെ, ഇത് രാധമ്മയുടെ വെറും സംശയങ്ങളൊന്നും അല്ല മോളെ. ശരി, നമുക്കെന്തായാലും ഈ ടോപ്പിക്ക് നമുക്കിവിടെ വിടാം രാധമ്മായി. എനിക്കിങ്ങനത്തെ ടോക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. വെറുതെ എന്തിനാ നമ്മൾ വെറുതെ ടോക്സിക് ആകുന്നത്? എന്നാൽ രാധമ്മായി ഒരു കാര്യം മോളോട് പറയാം. മോളത് മനസ്സിൽ തന്നെ അങ്ങ് വച്ചാൽ മതി കേട്ടോ. എന്താ അമ്മായി? നീ ആയിരുന്നു അവൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ പണി ഏൽക്കുന്നുണ്ടോ എന്ന് നോക്കി. രാധമ്മായി എന്തൊക്കെ ഈ പറയണത്? ഞാനും ശങ്കുവും നല്ല ഫ്രണ്ട്സാണ്, അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിടയിൽ അതിനപ്പുറം ഒന്നുമില്ല. നിൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും, പക്ഷേ അവൻ്റെ മനസ്സിൽ നീയുണ്ട്, അതെനിക്ക് ഉറപ്പാ മോനെ. നീ മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ, അത് രാധമ്മായിക്ക് നന്നായി അറിയാം. ഒന്നുമില്ലെങ്കിലും എൻ്റെ മോൻ്റെ മനസ്സിലെന്താണെന്ന് അവൻ്റെ അമ്മയായ എനിക്ക് അറിയാതിരിക്കുമോ? നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഗംഗയ്ക്കും ഒരു സംശയം കേട്ടോ. ഗംഗ ഇങ്ങനെ ആലോചിക്കുകയാണ്, അമ്മായി പറഞ്ഞത് സത്യമായ കാര്യം മോളെ എന്ന് പറഞ്ഞു. മറ്റൊന്നുമല്ല, അവന് നിന്നോട് ഇഷ്ടമുണ്ട്. രാധമ്മായി പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നിനക്ക് വിശ്വാസം വരാനായിട്ട് ഞാനൊരു ട്രിക്ക് നിനക്ക് പറഞ്ഞു തരാം. നീ അതുപോലെ ചെയ്യാം. അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നീയൊന്ന് ചെയ്തു നോക്ക്. അപ്പോൾ അവൻ്റെ മനസ്സ് നിനക്ക് മനസ്സിലായി തുടങ്ങും. നീ അല്ലെങ്കിൽ നോക്ക്, ഞാനൊരു കാര്യം പറയാം, നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ രാധ പണി ഏറ്റു എന്നുള്ള മട്ടി നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അത് ആദർശിനെ വിളിക്കുക വേണി. ആദർശേട്ടാ, എന്തായി കാര്യങ്ങൾ? ഞാൻ രഞ്ജുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. രഞ്ജു ഇപ്പോൾ വരും. അതെ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഓർമ്മയുണ്ട്. അവളോട് ഇപ്പോൾ ഒന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, പറയില്ല. കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അവൾക്കതൊരു ഷോക്കായിരിക്കണം, മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ വേണം അത് പറയാനായിട്ട്. രഞ്ജു ഇപ്പോൾ വരും, ഞാൻ കട്ട് ചെയ്യണേ. അപ്പോൾ ആദർശേട്ടാ, ഓൾ ദി ബെസ്റ്റ് ഏട്ടാ എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ആദർശം. അപ്പോൾ വേണി പറഞ്ഞതൊക്കെ അനുസരിച്ച് ആളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രഞ്ജുവിനെ. എൻ്റെ ഈശ്വര, എൻ്റെ ഗുരുവായൂരപ്പ, അതെ, ആ വള്ളിപ്പെണ്ണിനെ എങ്ങനെയെങ്കിലും എൻ്റെ പാവം ആദർശേട്ടൻ്റെ തലയിൽ നിന്ന് ഒന്ന് ഒഴിച്ച് തരണം കേട്ടോ. എൻ്റെ കൃഷ്ണ, അയ്യോ, ആ പെണ്ണിൻ്റെ ഒരു ഒടുക്കത്തെ പ്രണയം ഒന്ന് തൊലച്ച് തരണം കേട്ടോ. ബെസ്റ്റ്. ഞാൻ പറ്റിയ ആളോട് ആ പ്രേമത്തെ ഒഴിച്ചു തരാൻ പറഞ്ഞത്. ദേ, പറ്റുമെങ്കിലും ഒന്ന് ചെയ്യുമോ? അത്രയ്ക്ക് അത്യാവശ്യമാണെന്നേ, അതുകൊണ്ടാ, പ്ലീസ് പറ്റുമോ എന്നൊക്കെ പറഞ്ഞ വേണി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതേണ്ട രഞ്ജു ഭയങ്കര നാണത്തോടെ ഭവ്യതയോടെ ആദർശിനടുത്തേക്ക് വരികയാണ്. ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ നേരെ വന്നു. ആദർശേട്ടാ, രഞ്ജു താൻ ഫ്രീ ആയോ? എന്നാൽ പിന്നെ നമുക്കങ്ങ് പോയാലോ? ആദർശേട്ടാ, നമ്മൾ എവിടേക്കാണ് പോണത്? എൻ്റെ കൂടെ എവിടേക്കാണെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ട് വരും. ആദർശേട്ടാ, ബൈക്കിലാണ് പോണത്? അല്ല, കാറിലാ എന്ന് പറഞ്ഞു. കാറിലോ? അതെ. എന്തു പറ്റി? അല്ല, ബൈക്കായിരുന്നു എനിക്കിഷ്ടം. അപ്പം നിങ്ങൾക്ക് അവളെ കൊണ്ട് ഷോപ്പിൽ പോകണ്ടേ? ബൈക്കിൽ പോയി എങ്ങനെ ശരിയാവുന്നത് എന്ന് വേണി രാവിലെ ചൂടായ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോഴത്തേനും ബൈക്കിൽ പോയി എന്താ കുഴപ്പമെന്നോ? അവളെ അങ്ങനെ ഇപ്പം നിങ്ങളെ മുട്ടി ഒരുമിയിരുന്ന് ബൈക്കിൽ പോകണ്ട. അത് തന്നെ എൻ്റെ പൊന്നോ, നീയൊരു സംഭവം തന്നെ. നമ്മുടെ പ്ലാന് ഇപ്പം തന്നെ സക്സസ് ആയി മോളെ. ബോക്സിംഗ് ചാമ്പ്യ,
എന്താ ഈ ആലോചിക്കണത് എന്ന് ചോദിച്ചു രഞ്ജു. ഞാനേ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ചതാ. അതാ ഓരോ നിമിഷവും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, അതാ ഞാൻ ആലോചിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചിരിച്ചു കേട്ടോ. രഞ്ജുവിനെ കുറിച്ചാണ് ഓർത്ത. എന്നാൽ പിന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അതെ ആദർശേട്ടാ, ആരാ ആ പെൺകുട്ടി എന്ന് ചോദിച്ചു. പറയാം ബാ എന്ന് പറഞ്ഞു. എന്നിട്ട് രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് ആദർശ് പതുക്കെ ഒരു സസ്പെൻസ് ഒക്കെ ഇട്ട് നേരെ സ്കൂട്ടാകാണ്. ഇതേ സ്വർഗ്ഗ കവാടത്തിൻ്റെ മണ്ടയിലെത്തി നിൽക്കുന്നു എന്നൊക്കെ പറയാം. പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് മഹാദേവനും ശേഖരനും മുത്തശ്ശിയും രാധാമണിയും അതുപോലെ തന്നെ ശങ്കറും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൗരിയും കമലയും കൂടെ കറികളൊക്കെ ആയിട്ട് വന്നു. ആഹാ, നല്ല തേങ്ങ അരച്ച കറിയുടെ മണം എന്ന് ശങ്കർ പറയാണ്. അതെ, നിനക്ക് തേങ്ങ അരച്ച കറി ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഗൗരി ഉണ്ടാക്കിയതാ എന്ന് കമല പറഞ്ഞു. എന്നാൽ പിന്നെ നോക്കി നിൽക്കാതെ വിളമ്പങ്ങോട്ട്, നല്ല വിശപ്പെട്ടാ എന്ന് പറഞ്ഞു. ഗൗരി, നീ ശങ്കറിന് വിളമ്പി കൊടുക്കുക. അപ്പോൾ ശങ്കറിന് വിളമ്പാൻ പോയപ്പോഴത്തേനും ദേണ്ട് പെട്ടെന്ന് തന്നെ ഒരാളങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഗംഗ കയ്യിലൊരു പാത്രമായിട്ടാ. ജസ്റ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കയ്യിലൊരു പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ ചെന്നിട്ട് അതെ, എല്ലാ ദിവസവും ഒരേ എന്താ പറയുക നാടൻ ഫുഡ് തന്നെയല്ലേ വീട്ടിലുണ്ടാക്കാറുള്ളത്, എന്നാൽ പിന്നെ ഇന്നൊരു ദിവസം നമുക്കങ്ങ് മാറ്റി പിടിച്ചാലോ. ഹാഹാ, ഗംഗ മോള് വേറെന്തോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദേവമാവനോടനെ പറയുകയാണ്, എന്താണ് ഈ ഗംഗ നീ ഉണ്ടാക്കിയത്? ഞാൻ സൂപ്പർ ടേസ്റ്റി ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പൊളിച്ചുട്ടോ എന്ന് പറഞ്ഞോണ്ട് ശങ്കർ. അപ്പോഴേക്കും ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ പിന്നെ പറയാനും പറ്റുന്നില്ല, ആൾ ഭയങ്കര പെപ്പയൊക്കെയാണ്. പറഞ്ഞും പോയി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ശേഖരൻ്റെ നോട്ടം കണ്ടാൽ മതി ഗംഗനെ. അപ്പോൾ വളരെ സെൻറ്റിമെൻ്റലായിട്ട് ശങ്കു എപ്പോഴും ബാംഗ്ലൂർ വരുമ്പം ഹൈദരാബാദി ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം, ശരിക്കും ശങ്കുവിനെ ആ മോഹം കണ്ടിട്ടാ ഞാൻ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ തന്നെ പഠിച്ചത്. അപ്പോൾ രാധാമണിയും മഹാദേവനും നോക്കിയിട്ട് കൊള്ളാം പൊളിച്ചടുക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുക. കാര്യം തൃശ്ശൂരിൽ നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടുമെങ്കിലും ഞാൻ കഴിച്ചിട്ടിപ്പോൾ കുറേ നാളായിട്ടോ എന്ന് പറഞ്ഞു. നീ നോക്കി നിൽക്കാതെ, അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് എന്തായാലും നീ ഉണ്ടാക്കിയല്ലോ, നീ അങ്ങോട്ട് വിളമ്പിയേ ഗംഗ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഗൗരി ഇങ്ങനെ നോക്കി പാവം ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് കറികളൊക്കെ പാകം ചെയ്തു വെച്ചത്. മോളെ ഗംഗേ, ദേ നിനക്ക് ഹൈദരാബാദി ബിരിയാണി നന്നായി ഉണ്ടാക്കാനായിട്ട് അറിയാമായിരിക്കുമല്ലോ അല്ലേ മോളെ? എന്താന്ന് വെച്ചാലേ ദേവമ്മാമിക്ക് ഒരു പാർട്ടി മീറ്റിങ്ങിന് പോകാനുള്ളതാ, അതുകൊണ്ട് ചോദിച്ചതാ. ആദ്യം ദേവമ്മാമ ഇതൊന്ന് കഴിച്ചു നോക്ക്, അതിന് ശേഷം പറയാ എന്ന് പറഞ്ഞ് ഇതൊക്കെ വിളമ്പി അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രാധാമണി കഴിച്ചിട്ട് അയ്യോ നല്ല ഒന്നാന്തരം ഹൈദരാബാദി ബിരിയാണി ഉള്ളപ്പോൾ പിന്നെ എന്തിനാ തേങ്ങ വറുത്തരച്ച കറി, അതൊന്നും തൽക്കാലം ഇവിടെ വേണ്ട, എടുത്ത് അകത്ത് കൊണ്ട് വെച്ചേരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും ശങ്കറിനാകെ വിഷമായിട്ടോ. അത്ര നാളെ ആളാകെ അങ്ങനെ ശ്രദ്ധിച്ചൊന്നുമില്ല. പക്ഷേങ്കിൽ ശങ്കർ ഇങ്ങനെ പെട്ടിരിക്കുവാണ്, എന്ത് ചെയ്യും എന്നറിയില്ല. അപ്പോൾ വേഗം തന്നെ അതെ കഷ്ടമായില്ലോ, ഗൗരി എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വറുത്തരച്ച് കറിയൊക്കെ ഉണ്ടാക്കിയതാ, ഞാനത് കഴിച്ചില്ലെങ്കിൽ അവൾക്കത് സങ്കടമാവുമോ, ആകെ പ്രശ്നമാവുമോ, പണി അകത്ത് വിട്ടാൽ പ്രശ്നമാവുമോ, എന്തിട്ടാ ഇപ്പം ചെയ്യാം, വിശപ്പില്ല എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് നൈസായിട്ട് അങ്ങ് സ്കൂട്ടായാലോ എന്ന് ചോദിച്ചാൽ ശങ്കർ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാവാൻ തോവുകയാണ്. അപ്പോൾ വേഗം തന്നെ ഗംഗ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഞാനേ മറ്റേ നമ്മുടെ അമ്പലത്തിൽ പോയ ആ ഒരു കാര്യം ഇടയ്ക്ക അമ്പലം എന്ന് പറയുന്നു, പറയട്ടെ ശങ്കു എന്ന് ചോദിച്ചു. അപ്പോൾ രഹസ്യമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ആ രാധാമണിനെയും മഹാദേവനെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇതോടൊപ്പം ശേഖരന് ഇഷ്ടപ്പെടുന്നില്ല. അതെ, ഞാനത് പറയാണ്ടിരിക്കണമെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം ശങ്കു സാധിച്ചു തരണം കേട്ടോ ശങ്കു എന്ന് ചോദിച്ചു. ഇപ്പം എന്തൊട്ടാണാവോ എൻ്റെ ഇത്രയും വലിയൊരാഗ്രഹം, ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. കുട്ടി ഇപ്പം ബിരിയാണി കഴിക്കാം, കഴിച്ചു കഴിഞ്ഞിട്ട് എന്താണേലും പറയാം എന്ന് പറഞ്ഞു. അപ്പം ശങ്കുവിന് വേറെ നിർവാഹമില്ല. ശങ്കു വേഗം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ വേഗം മണിമുത്തശ്ശി മണിയിലേക്ക് എന്താമേ എന്ന് ചോദിച്ചു. അമ്മ എന്തൊട്ട് തേങ്ങയായി പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ കമല പറയണം, അതെ മറ്റൊന്നുമല്ല, മുത്തശ്ശിക്ക് ബിരിയാണി വേണ്ട, ഗൗരി ഉണ്ടാക്കിയ ഭക്ഷണം മതി എന്നാണ് മുത്തശ്ശി പറയണത്. ഗൗരിക്ക് സന്തോഷമായിട്ടോ. അപ്പോൾ വേഗം തന്നെ അമ്മേ ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കമ്മേ, എന്നെന്താ കുഴപ്പം എന്ന് ചോദിച്ചോ. നല്ല ബിരിയാണിയാ, സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്, അമ്മയൊന്ന് കഴിച്ച് നോക്കിയേ. വേണ്ട എന്ന് വാശി പിടിച്ച് തന്നെ നിൽക്കണം. രാധമായി മുത്തശ്ശിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കട്ടെന്നേ, എന്തിനാ വെറുതെ
ഭക്ഷണം ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളല്ലേ, പിന്നെ അതിനെ നമ്മൾ എന്തിനാ നോക്കണത്. അപ്പോൾ മുത്തശ്ശിയുടെ ബിരിയാണി മാറ്റി വെച്ചിട്ട് ഗൗരി ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പിക്കൊടുത്തു മുത്തശ്ശിക്ക്. കഴിച്ചിട്ട് നല്ല സൂപ്പർ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇത് കണ്ടിട്ട് ഗംഗയ്ക്കൊന്നും മനസ്സിലായില്ല മുത്തശ്ശിയുടെ ആംഗ്യം കണ്ടിട്ട്. അപ്പോൾ വേഗം ഗംഗ ചോദിക്കുകയാണ്, ഇപ്പം മുത്തശ്ശി എന്താ പറഞ്ഞ ഗൗരിയെ? ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞതാ, അത്രയ്ക്ക് രുചിയുണ്ടോ എന്ന് ചോദിച്ചു. എവിടെ, അതെ അമ്മയ്ക്ക് ഇപ്പോഴുണ്ടല്ലോ പഴയതുപോലൊന്നും അല്ലെന്നേ, രുചിയൊന്നും അറിയാണ്ടായി, നാവിൻ്റെ ടേസ്റ്റൊക്കെ പോയി തുടങ്ങിയെന്നേ എന്ന് പറഞ്ഞു. ആ അതെ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് ഉടനെ രാധയും പറയുകയാണ്. എന്ത് കൊടുത്താലും ഇങ്ങനെയൊക്കെ സംസാരിക്കൂന്നേ, പാവം. വേഗം മണികിലിക്ക് മുത്തശ്ശി. മുത്തശ്ശി എന്താ ഇപ്പം പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം കമല ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം കമലേ എന്ന് വിളിച്ചു. അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നാ ഇപ്പം അമ്മ പറഞ്ഞത്. അപ്പോൾ കമലയുടെ മുന്നിൽ വെച്ച് ആൾ കള്ളത്തരം പറഞ്ഞു പൊട്ടിച്ചു. അപ്പോൾ ഇവർ മിണ്ടിയില്ല കേട്ടോ, മിണ്ടാതെ നിന്നും. അല്ല ഗൗരി, നീ ബിരിയാണി കഴിക്കണില്ലേ എന്ന് ചോദിച്ചു ശങ്കർ. ഹൈദരാബാദി ബിരിയാണിയാ, സൂപ്പറാ, നീ ഒന്ന് കഴിക്ക എന്ന് പറഞ്ഞ ഉടനെ ശങ്കു. ഇത് കേട്ടപ്പോഴത്തേനും ഗൗരിക്ക് കല്ലി പൂണ്ട് ഗൗരി അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് കയറിപ്പോയി. ഇതപ്പോഴത്തേനും മഹാദേവനും രാധാമണിക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങോട്ടിട്ടേ എന്ന് പറഞ്ഞ് മഹാദേവൻ കഴിക്കുകയാണ്. എൻ്റെ ഈശ്വര, ആകെ പെട്ടു, എല്ലാം തീർന്നു എന്നാണ് തോന്നുന്നത് എന്നോർത്ത് ശങ്കർ ആകെ വിഷമിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിനെയും നമ്മുടെ രഞ്ജുനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ രഞ്ജു അവിടേക്ക് വന്നിട്ട്, ആദർശേട്ടാ നമ്മളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. സാധാരണ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരുന്ന എന്തിനായിരിക്കും? ഓഹോ, അപ്പോൾ എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരാനുള്ള പരിപാടിയാ, വാ എന്ന് പറഞ്ഞ് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും പോവാണ്. അപ്പോൾ രഞ്ജു ആൾ ഭയങ്കര സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ പോവാണ് ആദർശനൊപ്പം. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഹായ് സർ, നമസ്കാരം സർ, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ജെൻസിൻ്റെ ആണോ ലേഡീസിൻ്റെ ആണോ നോക്കുന്നത്? അല്ല, ഈ ചുരിദാറിൻ്റെ സെക്ഷൻ എവിടെയാ? ഇതാ അവിടെയാ, പ്ലീസ് കം എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് ചെന്നു. അപ്പോൾ കുറേ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ടു. അപ്പോൾ രഞ്ജു വേഗം ആകാംക്ഷയോടെ എല്ലാം നോക്കുകയാണ്. ഇത് മാഡത്തിന് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞൊരു കളർ കൊടുത്തു. കളറൊക്കെ നല്ലതായിരിക്കും, നോക്കിയേ എന്ന് പറഞ്ഞു. രഞ്ജുവിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചോ. വേറൊരു കളർ നോക്കിയാലോ? ശരി, വേറൊരു കളർ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു കളർ അവരിങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് കാണിച്ചപ്പോഴത്തേനും വേഗം തന്നെ ആദർശിൻ്റെ കൈ കൊടുത്തു. ആദർശ് എന്നിട്ട് അല്ല, നല്ല ഹൈറ്റുള്ള ആളാട്ടോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ രഞ്ജുവിന് ഏകദേശം കത്തി എന്നാ തോന്നുന്നത്. രഞ്ജുവിൻ്റെ മുഖം വേഗം തന്നെ അങ്ങ് മാറി. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.